സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സത്പ്രകരപരമാഹ്ലാദജനനീം സിംഹാസനഗതാ നിത്യം പത്മാശ്രിതകരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി. ലളിതാഹൃദയത്തിലൂടെ 5-ാം ദിവസം, നവരാത്രിയും 5-ാം ദിവസം. ഇന്ന് സ്കന്ദമാതാ സങ്കല്പമാണ്. ദുർഗാദേവിയുടെ നവരാത്രി കാലത്തെ 5-ാമത്തെ അവതാരമാണ് സ്കന്ദമാത. സ്കന്ദൻ്റെ സുബ്രഹ്മണ്യൻ്റെ മാതാവായതിനാലാണ് ഈ പേര് വന്നത്. ഈ ദേവി 4 കൈകളോടുകൂടിയവളും സിംഹാരൂഢയുമാണ്. ഒരു കൈയിൽ മടിയിൽ സുബ്രഹ്മണ്യനും മറ്റു കൈകളിൽ താമരപ്പൂക്കളുമുണ്ട്. സ്കന്ദമാതയെ ആരാധിക്കുന്നത് ദാമ്പത്യ ഐക്യം, സന്താനലബ്ധി, ഐശ്വര്യം, ശക്തി എന്നിവ ലഭിക്കുന്നതിന് കാരണമായി തീരുന്നു. ലളിതാഹൃദയത്തിലൂടെ യാത്ര തുടരാം. 137-ാമത്തെ നാമം നിരാകാര. ആകാരമില്ലാത്തവൾ. എന്താണ് ആകാരം? ആകാരമെന്നാൽ സ്വരൂപം എന്നർത്ഥം. പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളുടെയും രൂപത്തിൽ കാണപ്പെടുന്ന ദേവിക്ക് ഏത് രൂപമാണ് എന്ന് വിവരിക്കാൻ സാധ്യമല്ല. ഗുണയുക്തയായ സ്വരൂപത്തോടുകൂടി ദേവിയെ സഹസ്രനാമത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ദേവിക്ക് ആകൃതിയില്ല എന്ന് വേണം ധരിക്കാൻ. നിരാകുല. ആകുലത ഇല്ലാത്തവൾ. ആകുലത്വം എന്നത് അഭാവത്തെ സൂചിപ്പിക്കുന്നു. സുഖത്തിൻ്റെ അഭാവത്തെ കുറിക്കാനാണ് സാധാരണയായി ആകുലത എന്ന പദം ഉപയോഗിക്കുന്നത്. ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും വിധേയരായ മനുഷ്യർക്കും മറ്റു ജീവികൾക്കും കാലവിശേഷം കൊണ്ട് ആകുലത ഉണ്ടാവാം. സർവലോകജനനിയും ഗുണാതീതയും സർവാതീതയുമായ പരാശക്തിക്ക് ആകുലത ഉണ്ടാകാൻ സാധ്യമല്ല. അതിനാൽ നിരാകുല എന്ന് നാമം. മനസ്സിന് ഏകാഗ്രതയില്ലാത്ത അവസ്ഥയെയും ആകുലത എന്ന് പറയാം. ചഞ്ചല മനസ്കരായവർക്ക് ദേവിയെ പ്രാപിക്കാൻ കഴിയുകയില്ല. ബഹിർമുഖരായ അത്തരക്കാർക്ക് അറിയാനോ പ്രാപിക്കാനോ കഴിയാത്തവൾ എന്നും വ്യാഖ്യാനിക്കാം. അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ നമ്മൾ നിരാകുലരാകണം എന്നർത്ഥം. നിരാകുലരാകാൻ പൂർണ്ണമായും നമ്മുടെ ഉപാസനാമൂർത്തിയിൽ വിശ്വാസമർപ്പിക്കണം. ഞാനെന്ന ഭാവത്തെ ഇല്ലാതെ നമുക്ക് എല്ലാം ദേവിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരാൻ സാധിക്കണം. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഒരു ദിവസത്തെ യാത്ര തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പൂജാമുറിയിലുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ മുമ്പിൽ പോയി ഞാനിതാ ഇന്നത്തെ യാത്ര തുടരുകയാണ്, എൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊള്ളണേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ആത്മാർത്ഥമായി ദേവിയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ സംരക്ഷണ ചുമതല ദേവിയുടെ കർത്തവ്യമായിട്ട് മാറും. അതുപോലെ നമ്മുടെ ഈ ജീവിതത്തെ സമ്പൂർണമായും ജഗദംബികയുടെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കണം. അടുത്ത നാമം നിഷ്കാമ. കാമം ഇല്ലാത്തവൾ, ആഗ്രഹം ഇല്ലാത്തവൾ എന്ന് അർത്ഥം. സ്വയം പൂർണ്ണമായ പരമചൈതന്യത്തിന് ഏതിനെക്കുറിച്ചാണ് കാമമുണ്ടാകുക?
പൂർണ്ണമത പൂർണ്ണവിധം എന്ന് ശ്രുതികൾ പരാശക്തിയെ വിവരിക്കുന്നു. എല്ലാ ആഗ്രഹങ്ങളും ദേവിയിൽ തന്നെ അടങ്ങിയിരിക്കുന്നവയാണ്. ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള കാരുണ്യമല്ലാതെ ദേവി സ്വയം കാമങ്ങൾക്ക് വിധേയയാകുന്നില്ല എന്ന് സാരം. ഇനി എങ്ങനെയാണ് കാമമുണ്ടാകുന്നത്? ആഗ്രഹമുണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത്? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പം നമുക്ക് വിഷയങ്ങളോട് സംഘം ചേരുന്ന സമയത്ത്, ആ വിഷയങ്ങളോട് ആസക്തി ഉണ്ടാകുന്ന സമയത്ത് ആ ആസക്തിയിൽ നിന്നും കാമമുണ്ടാകുന്നു, ആ കാമത്തിൽ നിന്നും ക്രോധമുണ്ടാകുന്നു. ക്രോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് സമ്മോഹ അല്ലേ, സ്ഥലകാല ഭ്രമമുണ്ടാകും. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരവസ്ഥ വരും. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ ഓർമ്മകളൊക്കെ നശിച്ചു പോകും. ഓർമ്മകൾ നശിച്ചാൽ നമ്മുടെ ബുദ്ധി നശിക്കും. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിന് കാരണമായിത്തീരും. അതുകൊണ്ട് ആഗ്രഹങ്ങളെ അടക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത നാമം നിത്യമുക്ത, എന്നും മുക്തയായിരിക്കുന്നവൾ. മുക്തി, മോചനം അഥവാ മോക്ഷം. തൻ്റെ ഭക്തരെ ശാശ്വതമായ മുക്തിയിൽ എത്തിക്കുന്നവൾ എന്നർത്ഥം. നിത്യമുക്തന്മാർ ഭക്തരായുള്ളവർ എന്ന് സാരം. മുക്തി എന്ന് പറയുന്നത്, മോക്ഷമെന്ന് പറയുന്നത് സാധാരണയായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്ത, ഈ മോക്ഷം മരണാനന്തരം കിട്ടേണ്ട ഒന്നാണ്. പക്ഷെ അങ്ങനെയല്ല. മോക്ഷമെന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആകുലതകളെയും മറന്നുകൊണ്ട് ആ ജീവിതത്തെ ആനന്ദകരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതം ആനന്ദകരമായി തീരണമെങ്കിൽ നമ്മളെല്ലാം ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കണം. ആ ദേവിയുടെ, ജഗദംബികയുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം. ആ ജഗദംബികയുടെ സാമീപ്യം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതാണ് ജീവിതത്തിലെ ഒരിക്കലും നശിക്കാത്തതായ ആനന്ദം, സുഖം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ആനന്ദപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മോക്ഷം എന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത്. അങ്ങനെ ആ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവളാണ് നിത്യമുക്തയായിട്ടുള്ള ജഗദംബിക എന്ന് ഇവിടെ പറയുന്നു. അടുത്ത നാമം നിത്യ ശുദ്ധ, എന്നെന്നും ശുദ്ധയായവൾ. ശുദ്ധി, അശുദ്ധി എന്ന സങ്കല്പങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് വിധേയമായ ശരീരത്തിലകപ്പെട്ട ജന്തുക്കൾക്കേ ഉള്ളൂ. അത്യന്തമലിനോ ദേഹോ ദേഹീ ചാത്യന്ത നിർമ്മലഃ എന്ന സ്മൃതിവാക്യമനുസരിച്ച് ദേഹത്തിനാണ് മാലിന്യം, ദേഹി അഥവാ ജീവൻ അത്യന്ത ശുദ്ധമാണ്. അപ്പം നിത്യശുദ്ധയായിട്ടുള്ള ദേവിയുടെ ഉപാസനയിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമായി തീരണം. അങ്ങനെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കി തീർക്കാനുള്ള ഒരു പ്രക്രിയയാണ് ഈ നവരാത്രി ഉപാസനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ലളിത ഹൃദയത്തിലൂടെ തുടരും. എല്ലാവർക്കും നമസ്കാരം.